കൊച്ചിയിൽ റോഡിലിറങ്ങിയ റോഡ് ഷോയുമായി മലയാളിയുടെ മനസ്സ് കവർന്ന് മടങ്ങിയ നരേന്ദ്രമോദി നാളെ വീണ്ടും കേരളത്തിലെത്തും. ശക്തന്റെ മണ്ണിലെ മോദിയുടെ വരവ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ ചർച്ചയാകും. സുരേഷ് ഗോപിക്കെതിരായ ജാമ്യമില്ലാ കേസും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഫ്ലക്സ് ബോർഡുകൾ മാറ്റിയ വിവാദവുമെല്ലാം മോദിയുടെ വരവിന്റെ രാഷ്ട്രീയ പ്രസക്തി കൂട്ടി. ഇതിനൊപ്പം ക്രൈസ്തവ ബിഷപ്പുമാർക്കായി നടത്തിയ ക്രിസ്മസ് വിരുന്നിനെയും CPM മന്ത്രി സജി ചെറിയാൻ രോമാഞ്ചമാക്കി. ഇതെല്ലാം കേരളത്തിലേക്കുള്ള വരവിൽ മോദിയും ചർച്ചയാക്കും. അതിനിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് വിശദീകരിച്ച ചുവരെഴുത്തുകൾ തൃശൂരിൽ BJP തുടങ്ങി. അതുകൊണ്ട് തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമാകും. ജാമ്യമില്ലാ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ വേണമെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യാം. ഈ അറസ്റ്റ് ഭീഷണിയിലും മോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടുമെന്നാണ് സൂചന. നേരത്തെ തൃശൂരിൽ അമിത്ഷാ വമ്പൻ റാലി നടത്തിയിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത്ഷാ പ്രസംഗിച്ചത്. സുരേഷ് ഗോപിക്ക് BJP നൽകുന്ന പ്രാധാന്യത്തിനുള്ള തെളിവായിരുന്നു അത്. തൃശൂരിൽ സുരേഷ് ഗോപിയാകും താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നതെന്ന് അന്ന് തന്നെ ഉറപ്പായിരുന്നു. മോദിയുടെ വരവ് പ്രചരണത്തിനുള്ള ഔദ്യോഗിക തുടക്കമായി മാറും. മോദിയും സുരേഷ് ഗോപിയും തന്നെയാകും പ്രധാന ആകർഷണങ്ങൾ. കൊച്ചിയിൽ റോഡിലൂടെ നടന്ന മോദിയെ തൃശൂരിൽ സുരക്ഷാസേന അതിന് അനുവദിക്കുമോ എന്നതാണ് നിർണായകം. അങ്ങനെ നടന്നാൽ മോദിക്കൊപ്പം സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാകും. ക്രൈസ്തവ സഭയുടെ പിന്തുണ BJP ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളോട് കേന്ദ്ര സർക്കാരിന്റെ മാറുന്ന നിലപാടുകൾ തൃശൂരിലും ചർച്ചയാണ്. എന്നാൽ മണിപ്പൂരിനെക്കുറിച്ച് മോദിയൊന്നും പറയാൻ സാധ്യതയില്ല. ശബരിമലയിലെയും തൃശൂർ പൂരത്തിലെയും ദേവസ്വം ബോർഡുകളുടെ നിലപാടുകളും മോദി ചർച്ചയാക്കുമെന്നാണ് പ്രതീക്ഷ. പൂരം സംഘാടകരും പ്രതീക്ഷയോടെയാണ് മോദിയുടെ വരവിനെ കാണുന്നത്. അതീവ സുരക്ഷയാണ് തൃശൂരിലുള്ളത്. നഗരത്തിന്റെ മുക്കും മൂലയും പോലും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. കേരളത്തിൽ ചർച്ചയാക്കാൻ BJP ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം അവർക്ക് നൽകിയത് CPM നേതാക്കളാണ്. മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതുപോലും രാഷ്ട്രീയ പ്രതികാരമായി BJP വ്യാഖ്യാനിക്കും. ക്രൈസ്തവരെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന മോദിക്ക് വലിയ ഊർജ്ജമാണ് മന്ത്രി സജി ചെറിയാന്റെ രോമാഞ്ചം വിമർശനം നൽകുന്നത്. തൃശൂർ പൂരത്തിന്റെ അനാവശ്യ വിവാദമുണ്ടാക്കിയതും CPMന് സ്വാധീനമുള്ള കൊച്ചി ദേവസ്വം ബോർഡാണ്. തീർത്തും അനാവശ്യമായിരുന്നു തൃശൂർ പൂര വിവാദം. മുഖ്യമന്ത്രി ഇടപെട്ട ഇത് പരിഹരിച്ചു. അപ്പോഴും BJPക്ക് ചർച്ചയാക്കാൻ അതൊരു സുവർണ വിഷയമായി. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്തുന്നത്. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം അദ്ദേഹം ചിലവഴിക്കും. 3 മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി എത്തുക. തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. BJPയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ സെക്രട്ടറി ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട്. 3:30 സ്വരാജ് റൗണ്ടിലെത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള 1 കിലോമീറ്ററാണ് റോഡ് ഷോ. 4:15 പൊതുസമ്മേളനം. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. 5:30 പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥി സന്ദേശം തൃശൂരിൽ മോദി നേരിട്ട് നൽകും. സുരേഷ് ഗോപിയെ ജയിപ്പിക്കണമെന്ന ആവശ്യമാകും ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രി ചർച്ചയാക്കുക.